എരുമേലിയിൽ പേട്ടതുള്ളൽ വഴിപാട് സാമഗ്രികളുടെ വില കുറച്ചു. വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മുൻ ഉത്തരവ് ജില്ലാ ഭരണകൂടം തിരുത്തി. ശരം, കച്ച, ഗദ, വാൾ, കിരീടം എന്നിവയുടെ വില കുറച്ച് കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് നടപടി. ജനം ഇമ്പാക്റ്റാണ്. മിഥുൻ അയ്യപ്പൻ തന്നെ ആണ് ഈ റിപ്പോർട്ട് നേരത്തെ നൽകിയത്. അമിതമായി വില ഈടാക്കുന്നു. കാരണം ശരംകുത്തിയിലും സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി വില വർദ്ധിപ്പിച്ചാണ് എരുമേലിയിൽ അവിടുത്തെ വ്യാപാരികളുടെ താൽപ്പര്യം മാനിച്ച് വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടി ഉണ്ടായത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഭക്തരിൽ നിന്നുണ്ടായി. ഈ വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം TV-യാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ വില കുറച്ചിരിക്കുന്നു. മിഥുൻ അയ്യപ്പൻ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ശരാശരി 2 രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഈ പേട്ടതുള്ളലിന്റെ വഴിപാട് സാമഗ്രികൾക്കാണ് ഇത്തരത്തിൽ തോന്നുംപടി വില ഇവിടെ എരുമേലിയിൽ ഈടാക്കിയിരുന്നത്. ഇതിന് വർഷങ്ങളായി ഇത് ചോദ്യം ചെയ്തു വരികയുണ്ടെങ്കിലും വില ഏകീകരിക്കണമെന്ന ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം ഇത്തവണയാണ് ദേവസ്വം മന്ത്രി അംഗീകരിച്ചത്. പക്ഷേ ഇതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വില ഏകീകരിക്കണമെന്നുള്ള ഈ ആവശ്യം അട്ടിമറിക്കപ്പെടുകയാണ് പിന്നീടുണ്ടായത്. ഈ 35 രൂപ ഈടാക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയാണ് ചെയ്തത്. പക്ഷേ ഇതിന് കാരണമായതാട്ടെ എരുമേലി ജമാഅത്ത് അടക്കം ഉള്ളവർ ഉന്നയിച്ച എതിർപ്പിനെ തുടർന്നാണ്. വില ഏകീകരിക്കരുത്, ഉള്ള വില ഈടാക്കാൻ അനുവദിക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവർ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് എതിർപ്പുന്നയിക്കുന്ന നിലയിലേക്ക് എത്തിയത്. പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഹൈന്ദവ സംഘടനകൾ ഉയർത്തുകയാണ് ചെയ്തത്. ഇക്കാര്യം ഈ വ്യാപാരികൾ അയ്യപ്പന്മാരെ കൊള്ളയടിക്കുന്ന കാര്യവും അതിന് ജില്ലാ ഭരണകൂടം നൽകുന്ന പിന്തുണയും പുറത്തു കൊണ്ടുവന്നത് ജനം TV നിരന്തരമായ വാർത്തകളിലൂടെയാണ്. പിന്നാലെ ഹൈന്ദവ സംഘടന ശക്തമായ പ്രതിഷേധം എരുമേലിയിലടക്കം സംഘടിപ്പിച്ചു. അതിനൊപ്പം തന്നെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. ശബരിമല അയ്യപ്പ സേവാ സമാജം ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പരാതി നൽകുകയാണ് ചെയ്തത്. ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഇതിന് നടപടികളുടെ ഭാഗമായി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറോട് നോട്ടീസ് അയക്കുകയും നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ വില ഏകീകരിച്ച തീരുമാനം വില പുനർനിർണയം ചെയ്തുകൊണ്ട് തീരുമാനമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 35 രൂപ ഈടാക്കിയിരുന്ന ഓരോ സാധനത്തിനും 35 രൂപ വീതമാണ് ഈടാക്കിയിരുന്നത്. ഇപ്പോൾ പുതുക്കിയ വില പ്രകാരം കച്ചയ്ക്ക് 5 രൂപയും കിരീടത്തിന് 6 രൂപയും ശരത്തിന് 7 രൂപയും വാളിനും ഗദയ്ക്കും 8 രൂപ വീതവും വില നിർണയിച്ചുകൊണ്ടാണ് കോട്ടയം ജില്ലാ കളക്ടർ ഇപ്പോൾ പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ വില പുനർനിർണയിക്കാനുള്ള അവസാനത്തെ യോഗത്തിൽ എരുമേലി വിളിച്ചു ചേർത്ത യോഗത്തിൽ പക്ഷേ മറ്റുള്ളവരാരും, അതായത് എരുമേലി ജമാഅത്ത് നേരത്തെ എതിർപ്പുന്നയിച്ച എരുമേലി ജമാഅത്ത് അംഗങ്ങൾ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. അത്തരത്തിൽ വില ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏതായാലും ശക്തമായ പ്രതിഷേധവും നിരന്തര വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ കോടതി നടപടികൾ കൂടി വന്നതോടെ ഈ ഇത്തരത്തിൽ കൊള്ളവില ഈടാക്കുന്നത് അറുതി വരുത്താൻ കോട്ടയം ജില്ലാ ഭരണകൂടം നിർബന്ധിതരാവുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും നീണ്ട വലിയൊരു കൊള്ള തന്നെയായിരുന്നു എരുമേലിയിൽ നടന്നിരുന്നത്. വെറും 2 രൂപ മാത്രം വിലയുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ഇത്തരത്തിൽ 35 രൂപ വരെ ഈടാക്കുന്നത് വലിയ കൊള്ള തന്നെയാണെന്നാണ് വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നത്. ഇത്തരത്തിൽ ശബരിമലയിൽ പോലും 10 രൂപ വരെ ഈടാക്കാൻ മാത്രം നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ഈ സാധനങ്ങൾക്ക് മല കയറാതെ തന്നെ താഴെ നഗരത്തിൽ എരുമേലിയിൽ 35 രൂപ ഈടാക്കാമെന്ന ഒരു വിചിത്ര ഉത്തരവായിരുന്നു കോട്ടയം ജില്ലാ ഭരണകൂടം എടുത്തത്. ആ ഒരു നടപടിക്കെതിരെയാണ് വലിയ രീതിയിലുള്ള കോടതിയിലേക്ക് പോയത്. അതിന് പിന്നാലെ ഇപ്പോൾ അനുകൂലമായൊരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ്. അതെ, വ്യക്തമാണ്. എരുമേലിയിലാണ് ഇത്തരത്തിൽ പേട്ടതുള്ളലിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ വില അമിതമായി ഈടാക്കിയിരുന്നത്. അത് ഭക്തജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് കോട്ടയം ജില്ലാ കളക്ടർ ഇടപെട്ട് വീണ്ടും ആ സാധനങ്ങളുടെ വില കുറച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.